നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നത് വയനാട് MP ആയ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 5 ലക്ഷത്തിന് മേളിലുള്ള ഭൂരിപക്ഷം ഉറപ്പാണ് എന്നത് യാഥാർത്ഥ്യം. അതിനിടയിൽ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തർക്ക വിഷയത്തിൽ അതിശക്തമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. സർവകക്ഷി യോഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നെയാണ്. സ്പീക്കർ പദവിയിലേക്ക് ഞങ്ങൾ മത്സരിക്കാൻ പോലും തയ്യാറായത് നിങ്ങൾ കാണിക്കുന്ന ഈ വിവേചനം കൊണ്ടാണ്. ഞങ്ങൾക്ക് 101 സീറ്റുകളുണ്ട്, ഞങ്ങൾ മുഖ്യ പ്രതിപക്ഷമാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട നിയമപരമായിട്ടും ഭരണഘടനാപരമായും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഞങ്ങൾക്ക് തരാതിരിക്കാൻ നിങ്ങൾ ആവുന്ന രീതികളൊക്കെ അവലംബിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കണക്കൂട്ടി നോക്കിയാലും ഞങ്ങളുടെ കയ്യിൽ അംഗബലം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളല്ല, ഞങ്ങൾക്ക് സ്വമേധയാൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി. നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങളത് പിടിച്ചു വാങ്ങിക്കും. അതിനാരുടെയും ഓശാന വേണ്ട. അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കെൽപ്പും കരുത്തും സാമർഥ്യവുമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതിനിടയിൽ മറ്റ് കാര്യങ്ങൾ കൂടി സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നതിനെക്കുറിച്ചുള്ള വിഷയം ചർച്ചയാവുകയാണ്. അത്തരത്തിൽ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും അത് BJP സർക്കാരിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. സ്പീക്കറോ നിഷ്പക്ഷവാദിയല്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കോൺഗ്രസ് വരേണ്ടത് മൊത്തം പ്രതിപക്ഷത്തിൻ്റെ കൂടി ആവശ്യമായി മാറിക്കഴിയും. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിന് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കിട്ടിയാൽ ഇന്ത്യ മുന്നണി ജയിച്ചതുപോലെയാണ്. BJPയുടെ പല കളികളും നടക്കില്ല. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഏകപക്ഷീയമായി ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ വരും. സുഗമമായി ചർച്ചകളിലൂടെ മുന്നോട്ട് പോകാമെന്ന് BJPക്ക് കരുതാനും കഴിയില്ല. അതായത് ഉത്തരം പറയിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് പ്രതിപക്ഷം നീങ്ങിയാൽ BJPയുടെ മന്ത്രിമാരുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. അതായത് ക്യാബിനറ്റ് മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന രീതിയായിരിക്കും ഇത്തരത്തിലൂടെ കാര്യങ്ങൾ സംഭവിക്കുക. സ്പീക്കർ ഓം ബിർളയുടെ പക്ഷപാത നടപടികളെ കവച്ചു വയ്ക്കുന്ന രീതി ഡെപ്യൂട്ടി സ്പീക്കർ അവലംബിച്ചാൽ സ്പീക്കർക്ക് പലതവണയും അവധിയിലേക്ക് പോകേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാകും. ഓം ബിർളയുടെ രാജിയാണ് പ്രധാനമായും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇന്ത്യ മുന്നണിയും അത് ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്. ഏറ്റവും വാശിയോടെ ആ തീരുമാനത്തെ അനുകൂലിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഈ തീരുമാനത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നു. അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ, നിങ്ങൾ കഴിഞ്ഞ തവണ 5 കൊല്ലം എങ്ങനെയായിരുന്നു സ്പീക്കർ പദവിയിൽ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷത്തെ പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള വഴികൾ ഒരുപാടുണ്ട്. അതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും. ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിലേക്ക് ലഭിച്ചില്ലെങ്കിൽ സമാനതകളില്ലാത്ത സമരം നടത്തുമെന്ന് ജോർഹാത്തിൽ നിന്നുള്ള അസം MP ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിക്കുന്നവരെയുള്ള അനിശ്ചിത പോരാട്ടം ഞങ്ങൾ തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്.